ഫൺസ് അപ്പോൺ എ ടൈം എന്ന ഈ പരിപാടിയിൽ കല പ്രധാനമായിട്ട്, കലയിൽ തന്നെ ഹാസ്യം പ്രധാനമായി കൈകാര്യം ചെയ്തിട്ടുള്ള ഒരുപാട് പ്രതിഭകൾ വന്നു. അതിൽ പലവരും നമ്മളുടെ ആദരവുകൾ ഏറ്റുവാങ്ങി, പലരുടെയും മികച്ച പ്രകടനങ്ങൾ കണ്ടു. ഈ വേദിയിൽ നിന്നും കേശവമാമനും ഒരുപാട് പേരും സിനിമകളിലോട്ടെത്തി. അത്തരത്തിലുള്ള മഹനീയ സാന്നിധ്യങ്ങൾ കൊണ്ട് ധന്യമായിട്ടുള്ള ഒരു വേദിയാണ് ഫൺസ് അപ്പോൺ എ ടൈമിൻ്റെ ഈ വേദി. ഇന്ന് ഇപ്പോൾ അത്തരത്തിൽ ഒരു അതിഥി ഈ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എത്തുകയാണ്. അങ്ങനെ ഇങ്ങനെയൊന്നും ഈ എൻ്റർടൈൻമെൻറ്റ് ചാനലുകളിൽ സാന്നിധ്യമായിട്ടില്ല. എന്നാൽ ന്യൂസ് ചാനലുകളിൽ സാന്നിധ്യമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ന്യൂസ് ചാനലുകളിലൊക്കെ ശക്തമായ സാന്നിധ്യമായിട്ടുള്ള ഒരാളാണ്. ഇതൊരു വലിയ സർപ്രൈസ് അതിഥിയാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. അദ്ദേഹത്തെ ഏറെ ബഹുമാനപൂർവ്വം ആദരപൂർവ്വം നമ്മളുടെ ഈ ഫ്ലോറിൽ ഫൺസ് അപ്പോൺ എ ടൈമിൻ്റെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം സലീമേട്ടനെയും ഞാൻ ഇങ്ങോട്ട് വിളിക്കുകയാണ്. നമുക്ക് ഏറെ പ്രിയപ്പെട്ട ശ്രീ കെ സുധാകരൻ സാറിനെ ഞാൻ ഈ അവസരത്തിൽ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു. സ്വാഗതം. സാർ, വെൽക്കം ടു ദ ഷോ. ഇതൊരു പുതിയ അനുഭവമായിരിക്കുമെന്ന് നിശ്ചയമായും യാദൃശ്ചികമാണ് വരവ്. യാദൃശ്ചികമാണ്. അതായത് പ്രേക്ഷകരോട് അതൊന്നും പറയേണ്ട ഉത്തരവാദിത്വം ഉണ്ടല്ലോ. കാരണം അദ്ദേഹം എറണാകുളം വഴി പാസ് ചെയ്ത് പോകുന്ന വഴി ഒരു സൗഹൃദ വിളിച്ച സാഹചര്യത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്, ഒരു 5 മിനിറ്റ് ഷൂട്ടിംഗ് കണ്ടിട്ട് പോകാമെന്നും പറഞ്ഞ് വിളിച്ച സാഹചര്യത്തിലാണ് ഇപ്പം നമ്മൾ ഈ വേദിയിൽ കയറ്റി നിർത്തിയിരിക്കുന്നത്. സിനിമാ ഫീൽഡിലെ എൻ്റെ 2 ദൗർബല്യങ്ങളാണ്. വർഷങ്ങളായി ബന്ധമുള്ളവരാണ്. അവരിവിടെ ഉണ്ട് എന്ന് കേട്ടപ്പോൾ ഒന്ന് കണ്ടുപോകാം, സ്നേഹമൊന്ന് പുതുക്കാം എന്നേ കരുതിയിട്ടുള്ളൂ. ഏതായാലും ഫൺസ് അപ്പോൺ എ ടൈം എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൻ്റെ അകത്ത് നിങ്ങളോടൊപ്പം ഒരു നിമിഷം പങ്കുവെക്കാൻ കിട്ടിയ സന്ദർഭത്തെ ഞാൻ വളരെയേറെ വിലമതിക്കുന്നു. യാദൃശ്ചികമാണ് ഈ സമാഗമമെങ്കിലും മനസ്സിനേറെ കുളിർമ പകരുന്ന, ഏറെ സന്തോഷം പകരുന്ന, ഏറെ ആനന്ദം പകരുന്ന ഒരു സന്ദർഭമായി ഞാനിതിനെ മുഖവിലക്കെടുക്കുകയാണ്, കാണുകയാണ്. തമാശകൾ ആസ്വദിക്കുന്ന കൂട്ടത്തിലാണ്. തമാശകൾ നിശ്ചയമായും തമാശകളാണല്ലോ ജീവിതത്തിൽ. ഞങ്ങളൊക്കെ ആരും പ്രതീക്ഷിക്കുന്നതാണല്ലോ. ജീവിതത്തിന്റെ കടുകടുത്ത പ്രതിസന്ധികളുമായും പ്രതിബന്ധങ്ങളുമായും മല്ലടിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ചിരിക്കാൻ ഒരു അവസരം എന്ന് പറയുന്നത് ജീവിതത്തിലെ ഒരു മോക്ഷമാണ് എന്ന് ഞാൻ കണക്കാക്കുന്നു. അതുകൊണ്ട് തമാശയാണ് നമ്മൾക്ക് ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമാണ് നമ്മുടെ ജീവിതത്തിൽ ഈ തമാശ എന്ന് പറയുന്നത്. ചിരിപ്പിക്കാനും മനസ്സിന് ഒരു സന്തോഷം പകരാനും സാധിക്കുന്ന ആ മുഹൂർത്തമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ആത്യന്തികമായ ലക്ഷ്യം. എന്നും ദുഃഖിക്കുക, എന്നും ഇങ്ങനെ പ്രയാസം അനുഭവിക്കുക, എന്നും ചിന്തിക്കുക, എന്നും വീർപ്പ് മുട്ടുക, അതിൽ നിന്നൊരു മോചനം ശരിയാണ്. ഈ പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയിൽ ഞാനിടയ്ക്ക് പ്രചരണത്തിനൊക്കെ വന്നപ്പോൾ അനുഭവിച്ചു, അല്ലെങ്കിൽ അറിഞ്ഞു, ഒരു ടെൻഷനുള്ള എപ്പോഴും ആളുകളോട് ഇടപെടുന്ന, ചില സമയത്തൊക്കെ കാണാം എത്രയോ അധികം ഫംഗ്ഷനുകൾ, ഒരു ദിവസം ഇത്ര സമ്മേളനം, മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ രാത്രി സന്ധ്യ കഴിയുമ്പോൾ ഏതെങ്കിലും ഉത്സവപ്പറമ്പിൽ ഒരു ഷോ ചെയ്ത് ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് തീരുകയാണ്. ഇത് എത്രയോ സ്റ്റേജ് പരിപാടികൾ ചെയ്യുന്നുണ്ട്. ഒരു റിലാക്സ് എങ്ങനെയാണ്, എപ്പോഴാണ് ഇതിനകത്തൊരു? സാധാരണഗതിയിൽ എന്നെപ്പോലുള്ളൊരു രാഷ്ട്രീയക്കാരന് റിലാക്സ് ഇല്ല എന്ന് പറയാം. ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു KPCC അധ്യക്ഷനായി സ്ഥാനമേറ്റെടുത്തതിന് ശേഷം രാത്രിയത്തെ ഉറക്കം 2 മണി 2:30 മണിക്കാണ്. 6:30 ആകുമ്പോൾ ഉറക്കം ഞെട്ടും. സ്വാഭാവികമായും ജീവിതത്തിൽ ഒരു 6 മണിക്കൂർ ഉറങ്ങാൻ സാധിക്കാത്ത ഒരു ചുറ്റുപാടിലാണുള്ളത്. പക്ഷേ ഉത്തരവാദിത്വ ബോധം അതിനനുവദിക്കുന്നില്ല. എനിക്ക് സ്പെയർ ലീഷർ ആവണമെന്നുണ്ട്, എനിക്കതിനകത്ത് ഫ്രീ ആവണമെന്നുണ്ട്, കുറച്ചൊക്കെ ഒരു സൗകര്യങ്ങൾ അനുഭവിക്കണമെന്നുണ്ട്. പക്ഷെ അതിനൊന്നുമുള്ള ഒരു സന്ദർഭം, ഉത്തരവാദിത്വ ബോധം അത് അനുഭവിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഐ ആം ആൻസറബിൾ ടു പബ്ലിക്സ്. ഞാനൊരു പൊതുരംഗത്ത് നിൽക്കുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാളെന്ന നിലയ്ക്ക് എൻ്റെ ബൗണ്ട് ആൻഡ് ഡ്യൂട്ടി അത് ഒബ്സർവ് ചെയ്യുന്നൊരു സൊസൈറ്റി ഉണ്ട്. സോ ഐ ആം ആൻസറബിൾ ടു ദോസ് പീപ്പിൾസ്. അപ്പോൾ സ്വാഭാവികമായും അവരെ മുമ്പിൽ ഒരു മോശക്കാരനാവാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് റിസ്ക് എടുത്തെങ്കിലും ഞങ്ങളൊക്കെ അത് ഉറക്കൊഴിഞ്ഞും ഭക്ഷണം ഒഴിവാക്കിയും രാവ് പകലും ഓടുന്നൊരു രാഷ്ട്രീയക്കാരനാണ്. കാണാൻ കിട്ടിയൊരു അവസരം നന്നായി എന്ന് ഞാൻ അതെ, വലിയ സർപ്രൈസ് ആയല്ലേ നമുക്ക്. ഗംഭീരമായി. ഇനി അധികം നേരം ഇവിടെ നിൽക്കണ്ട, അല്ലെങ്കിൽ ഇവര് സ്റ്റാൻഡപ്പ് കോമഡി പറയിപ്പിക്കും. സലിമിന്റെ മുമ്പിൽ നിന്നാൽ ഒരു 3-4 വട്ടം ചിരിക്കാതെ പോകാറില്ല. അപ്പോൾ നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. ഇങ്ങനൊരു അവസരത്തിലല്ലേ നിങ്ങൾ കാണാൻ ക്ഷണിച്ച് ഞങ്ങളുടെ ഈ വാക്കുകൾ പറയാൻ അവസരം കിട്ടിയത് നന്ദിപൂർവ്വം സ്മരിക്കുന്നു. എല്ലാവർക്കും
ഞങ്ങളുടെ ഒരു വക വന്ന ഈ ഒരു വരവ് ഇതിനകത്തൊരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവമൊന്നുമില്ല. തമാശകൾ എപ്പോഴും എല്ലാവർക്കും ആനന്ദം കൊടുക്കുന്നൊരു കാര്യമാണ്. ആ വേദിയിൽ ഈ വലിയ തിരക്കിനിടയിൽ നിന്നൊരു സമയം മാറ്റി വെച്ചിട്ട് ഒരു സർപ്രൈസ് എൻട്രിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങളുടെ വക ഒരു ചെറിയ ആദരവ് ഈ അവസരത്തിൽ തരികയാണ്. അത് ഏറ്റുവാങ്ങണം എന്ന് അഭ്യർത്ഥിക്കുന്നു.